ഹസനുൽ ബന്ന, ഒരുപക്ഷെ ബീഹാറിനെ കുറിച്ച് നാം വിലയിരുത്തൽ നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് അത് 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ 5 ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളാണ്. 5ാം ഘട്ടം അടക്കം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവിടെ ആരൊക്കെ ആധിപത്യം നേടും എന്ന് പല ചർച്ചകൾ വന്നപ്പോൾ 5 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലും പ്രചരണ തന്ത്രങ്ങൾ നിരവധി തവണ മാറ്റാൻ BJP നിർബന്ധിതമായി. നരേന്ദ്രമോദി, അമിത്ഷാ എന്നുള്ള 2 ഫിഗർ അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കലിൻ്റെ ഒരു രാഷ്ട്രീയം, പ്രചരണ രാഷ്ട്രീയം BJP ബീഹാറിൽ കൊണ്ടുവരികയുണ്ടായി. ഇതൊക്കെ ഏതു തരത്തിലാണ് കാണുന്നത്? ഒരു പതർച്ച വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം BJPക്ക് ഉണ്ടായി എന്ന് ചിലരൊക്കെയും വിലയിരുത്തുകയുമുണ്ടായി. അതിൻ്റെ കാരണം പ്രധാനമായും ഇതാണ്. ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ നിതീഷിനും ലാലുവിനും കുറച്ച് മേൽക്കൈ ലഭിക്കാവുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ അവർക്ക് ലഭിക്കുന്ന മേൽക്കൈ തടയാൻ കഴിഞ്ഞാൽ 4ാമത്തെയും 5ാമത്തെയും ഘട്ടത്തിൽ തങ്ങൾക്ക് കൂടി സ്വാധീനമുള്ള മേഖലയിൽ കടുത്ത വർഗീയ പ്രചാരണം വഴി തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാമെന്നായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. BJPയുടെ അല്ല, മോദിയുടെയും അമിത്ഷായുടെയും കണക്കൂട്ടൽ എന്ന് പറയുന്നതായിരിക്കും ശരി. ഗുജറാത്തിൽ അവർ പയറ്റിയ ആ തന്ത്രം, അതായത് പരമാവധി പ്രതിപക്ഷ വോട്ടുകൾ വിഘടിപ്പിച്ച് നിർത്തുക, എന്നിട്ട് തങ്ങളുടെ ജയം സ്വായത്തമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മോദിയും ഷായും ഗുജറാത്തിൽ പയറ്റി വിജയിച്ച തന്ത്രം. അതേ തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പയറ്റിയത്. നമുക്കറിയാം എത്ര ശതമാനം വോട്ടാണ് BJPക്ക് ഇപ്പോഴും ഉള്ളതെന്ന്. ഇപ്പോൾ പലരും പല വിലയിരുത്തലുകളിലും പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു, BJPയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടില്ല എന്ന്. നാമും വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിലയിരുത്തലാണത്. BJPയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നല്ല നാം മനസ്സിലാക്കേണ്ടത്, മറിച്ച് BJP ഇതര മതേതര കക്ഷികൾ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ BJPയുടെ ഈ ഒരു രാഷ്ട്രീയത്തെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ, സംഘപരിവാറിൻ്റെ ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ ബീഹാർ നമുക്ക് നൽകുന്നത്. 1ഉം 2ഉം 3ഉം ഘട്ടത്തിൽ തങ്ങൾ നിതീഷിനെയും ലാലുവിനെയും കുറച്ചൊക്കെയും അവരെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ 4ാമത്തെയും 5ാമത്തെയും ഘട്ടത്തിൽ വളരെ നീചവും ഹീനവുമായ വർഗീയ പ്രചാരണത്തിലൂടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാമെന്നായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. അതിൻ്റെ തെളിവായിരുന്നു നാം പലപ്പോഴും ഇവിടെ പലരും ആവശ്യപ്പെടുകയുണ്ടായി, അസഹിഷ്ണുതയുടെ വിഷയത്തിൽ നരേന്ദ്രമോദി മൗനം വെടിയണമെന്ന്. എന്നാൽ എന്താണ് 4ാമത്തെയും 5ാമത്തെയും ഘട്ടത്തിൽ നരേന്ദ്രമോദി, സാക്ഷാൽ പ്രധാനമന്ത്രി, ബീഹാറിൽ പോയി പറഞ്ഞത്? ദർഭംഗ മൊഡ്യൂൾ എന്ന് പറയുന്ന മുസ്ലിം ഭീകരതയുടെ ഭാഗമാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവും എന്ന് പ്രസ്താവന നടത്തിയത് അമിത്ഷാ ആയിരുന്നില്ല. അമിത്ഷാ പാകിസ്ഥാനിൽ പോയി പടക്കം പൊട്ടിക്കാൻ പറഞ്ഞ സമയത്ത് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നെങ്കിലും ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, വളരെ ഗൗരവമേറിയ ഒരു ആരോപണം വളരെ പ്രബലരായ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉന്നയിക്കുന്നത്. അത്രയും ഹീനമായ വർഗീയ പ്രചാരണ തന്ത്രം. ഇതിലൂടെ ദർഭംഗ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മൊത്തമായും ചാപ്പ കുത്തുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പോലും ഓർക്കാനുള്ള ഒരു സൽബുദ്ധി ആ സമയത്ത് BJPക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും നീചമായ പ്രചാരണങ്ങളെ മറികടന്നുകൊണ്ടാണ് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ബീഹാറിലെ പാവപ്പെട്ടവരെങ്കിലും പണമില്ലാത്തവരെങ്കിലും തൊഴിലാളികളെങ്കിലും പ്രബുദ്ധരായ മനുഷ്യർ ഇപ്പോൾ അവർ ഈ ഒരു പരാജയം BJPക്ക് നൽകിയതിലൂടെ അവർ കാണിച്ചു തന്നിരിക്കുന്നു. ഹസനുൽ ബന്ന, ഒരു കാര്യം കൂടി, വരുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബീഹാർ ഏതു തരത്തിലായിരിക്കും ഒരു മാർഗനിർദ്ദേശമാവുക രാഷ്ട്രീയ പാർട്ടികൾക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏറ്റവും വലിയൊരു പാഠം അടുത്ത് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവിനാണ് യഥാർത്ഥത്തിൽ ബീഹാർ നൽകിയിരിക്കുന്ന വലിയ പാഠം. നമുക്കറിയാം അവസാന ഘട്ടത്തിൽ എന്താണ് മുലായം ചെയ്തത്? നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിലുള്ള CBIയുടെ അന്വേഷണം ഭയന്ന് ഈ പറയുന്ന സഖ്യത്തിൽ നിന്ന് പിന്മാറി ഇതിനെ പുറകിൽ നിന്ന് കുത്തുകയാണ് മുലായം സിംഗ് ചെയ്തത്. ആ മുലായം സിംഗിനാണ് യഥാർത്ഥത്തിൽ ബീഹാർ ഏറ്റവും വലിയ പാഠം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, NCPയുടെ ശരത് പവാർ, നമുക്കറിയാം BCCI ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലൂടെയും മറ്റുമൊക്കെ BJP നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശരത് പവാർ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ശിവസേനയെ മറികടന്നുകൊണ്ട് ഞങ്ങൾ പിന്തുണ നൽകാമെന്ന് BJP അറിയിച്ച ഒരു നേതാവ്. ഈ നേതാവും എന്താണ് അവസാന നിമിഷം ചെയ്തത്? ലാലുവിനെയും നിതീഷിനെയും ചതിക്കാൻ ശ്രമിച്ചു. ഇത്തരം ഈ കപട മതേതരത്വം കളിക്കുന്ന ചില നേതാക്കൾക്ക് കൂടിയുള്ള
പാഠമാണ് യഥാർത്ഥത്തിൽ ബീഹാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് പോലും ഇത് വലിയൊരു പാഠമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ഇതിനെ ചേർത്ത് വെച്ചത്. ഇവിടെ പലരും വിലയിരുത്തുകയുണ്ടായി, പല പത്രങ്ങളും അതുപോലെ തന്നെ ചാനലുകളുമൊക്കെ BJPയുടെ വിജയമാണ് ഇന്നലെ ഉണ്ടായതെന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന ഫലം, ഇന്നലെ കേരളത്തിൽ നിന്ന് വന്ന ഫലം ഇടതുപക്ഷത്തിനുണ്ടായ ജയത്തെ അത് വല്ലാതെ പൊലിപ്പിച്ച് കാണിച്ചപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി, അതിനെ മറച്ചു നിർത്താൻ വേണ്ടി താമരയെ വല്ലാതെ പൊലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് പല മാധ്യമങ്ങളും ഇന്നലെ സ്വീകരിച്ചത്, കൈക്കൊണ്ടത്. അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്ര വലിയ വിജയം നടന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി വൈകുന്നത് വരെ BJPയുടെ കേന്ദ്ര നേതാക്കളാരും തന്നെ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് പല മാധ്യമങ്ങളും BJP വൻ മുന്നേറ്റം നടത്തിയെന്ന വ്യാജമായ പ്രചരണം നടത്തിയപ്പോഴാണ് പലപ്പോഴും ഈ പ്രകാശ് ജാവ്ദേക്കറിനെ പോലെ അതുപോലെ തന്നെ ഷാനവാസ് ഹുസൈനെ പോലുള്ള ചില BJP നേതാക്കളെങ്കിലും ഈ ഒരു പ്രതികരണവുമായി രംഗത്ത് വരാൻ തയ്യാറായത്. ഞാൻ പറഞ്ഞു വന്നത്, അമിത്ഷായുടെയും മോദിയുടെയും രണ്ടാമത്തെ പരാജയമാണ് ഇന്നലെ കേരളത്തിൽ സംഭവിച്ചത്. അവരുടെ തന്ത്രമായിരുന്നു ഈഴവ സമുദായത്തെ കൂടെ പിടിക്കാൻ SNDPയെ കൂട്ടി. അതായത് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരന്റെ അഭിപ്രായം പോലും മാനിക്കാതെ, നിലവിൽ കേരളത്തിലുള്ള BJP നേതാക്കളുടെ അഭിപ്രായം മാനിക്കാതെ ദേശീയ രാഷ്ട്രത്തിൽ എന്താണോ അമിത്ഷായും മോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ തന്ത്രം നിലവിലുള്ള പഴയ നേതാക്കളായ അദ്വാനിയെ, വാജ്പേയിയെ, അതുപോലെയുള്ള രാജ്നാഥ് സിംഗിനെ, നിതിൻ ഗഡ്കരിയെ, ഇവരെയൊന്നും മാനിക്കാതെ ഈ രണ്ട് മനുഷ്യരുടെ സ്ട്രാറ്റജിയാണ് BJPയുടെ സ്ട്രാറ്റജി എന്ന് ധിക്കാരപൂർവ്വം അടിച്ചേൽപ്പിച്ച് നാം മനസ്സിലാക്കിയ പോലെ അസഹിഷ്ണുത പുറത്ത് മാത്രമല്ല പാർട്ടിക്കുള്ളിലുമുള്ള ഈ അസഹിഷ്ണുതയുടെ പ്രതിഫലനമായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിക്കെട്ടി നടത്തിയ ഒരു BJPയുടെ പരീക്ഷണം. ആ പരീക്ഷണം വെള്ളാപ്പള്ളിയുടെ സ്വന്തം തട്ടകത്തിൽ പോലും പരാജയപ്പെട്ടു എന്ന് പറയാൻ ഒരു മാധ്യമവും തയ്യാറാകുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തനം തയ്യാറാകുന്നില്ല എന്നതാണ് വളരെ നിർഭാഗ്യകരമായ വസ്തുത. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാർ വലിയൊരു പാഠമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 9:30-10 മണി ആയപ്പോഴേക്കും ട്രെൻഡ് മഹാഗഡ്ബന്ധന്, മഹാസഖ്യത്തിന് അനുകൂലമാണ് എന്ന് വന്നപ്പോഴും ചില മാധ്യമങ്ങൾ കാണിക്കുന്നത് BJP ഒറ്റകക്ഷിയാകും എന്നാണ്. ഈ തരത്തിൽ ഉള്ളിലുള്ള മോഹത്തെ തങ്ങളുടെ രാഷ്ട്രീയ വിലയിരുത്തലായി അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കൂടി നല്ലൊരു സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ശരിക്കും നൽകുന്നത്. വളരെ നന്ദി ശ്രീ ഹസനുൽ ബന്ന. ബീഹാറിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് മഹാസഖ്യം എത്തിയിരിക്കുന്നു.